പാർവതി നെന്മണി മംഗലം നമ്പൂതിരി സ്ത്രീകളുടെ ഘോഷ ബഹിഷ്കരണ സമരത്തിന് എന്ന് പറഞ്ഞാൽ മുഖാവരണ ബഹിഷ്കരണ സമരത്തിന് നേതൃത്വം നൽകിയ കേരള വിമൻ സോഷ്യൽ റീഫോമറാകുന്നു പാർവതി നെന്മണി മംഗലം. ഈ ഒരു ഘോഷ ബഹിഷ്കരണം ആദ്യമായി നടത്തിയത് പാർവതി മനാഴിയാകുന്നു. എന്നാൽ ഈ ഒരു ഘോഷ ബഹിഷ്കരണ സമരത്തിന് ആദ്യമായി നേതൃത്വം നൽകിയത് പാർവതി നെന്മണി മംഗലമാകുന്നു. തൃശൂർ ജില്ലയിലെ ചേറ്റുപുഴയിൽ അന്തർജന സമാജം രൂപീകരിക്കാൻ നേതൃത്വം നൽകുകയും അന്തർജന സമാജത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുകയും ചെയ്ത വിമൻ സോഷ്യൽ റീഫോമറാകുന്നു പാർവതി നെന്മണി മംഗലം. അന്തർജന സമാജത്തിന്റെ സ്ഥാപകരിൽ VT ഭട്ടതിരിപ്പാടും പാർവതി നെന്മണി മംഗലവും ഉൾപ്പെടുന്നു. 1931 കണ്ണൂരിലെ തളിപ്പറമ്പിൽ വെച്ച് നടന്ന നമ്പൂതിരി യൂത്ത് കോൺഫറൻസിൽ അധ്യക്ഷത വഹിച്ചതും പാർവതി നെന്മണി മംഗലമായിരുന്നു. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിൽ അധ്യക്ഷയായ ആദ്യ വനിത കൂടിയാകുന്നു പാർവതി നെന്മണി മംഗലം. കൊച്ചി നിയമസഭയിൽ നമ്പൂതിരി ബിൽ ചർച്ച ചെയ്യുന്നതിന് അന്തർജന സമാജങ്ങളുടെ പ്രതിനിധിയായി സർക്കാർ നാമനിർദ്ദേശം ചെയ്ത വനിത കൂടിയാകുന്നു പാർവതി നെന്മണി മംഗലം. നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം നടത്തുന്നതിന് മുൻകൈയെടുത്തതും പാർവതി നെന്മണി മംഗലമായിരുന്നു. MR ഭട്ടതിരിപ്പാടും ഉമ അന്തർജനവും തമ്മിലായിരുന്നു ആദ്യത്തെ നമ്പൂതിരി വിധവ പുനർവിവാഹം നടന്നത്. VT ഭട്ടതിരിപ്പാടിന്റെ വസതിയായ രസിക സദനത്തിലായിരുന്നു വിവാഹ ചടങ്ങ്. മലപ്പുറത്ത് നിന്ന് കോട്ടയത്തേക്ക് ബോധവൽക്കരണ ജാഥ നയിച്ചതും പാർവതി നെന്മണി മംഗലമായിരുന്നു. മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമകൾ അല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയതും പാർവതി നെന്മണി മംഗലമാകുന്നു. ആര്യ പള്ളം അന്തർജന സമാജ അധ്യക്ഷ പദവിയിൽ പ്രവർത്തിക്കുകയും അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിലും പാലിയം സത്യാഗ്രഹത്തിലും പങ്കാളിയാവുകയും ചെയ്ത വിമൻ സോഷ്യൽ റീഫോമറാകുന്നു ആര്യ പള്ളം. പാലിയം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചതും ആര്യപ്പള്ളമാകുന്നു. മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് പാർവതി നെന്മണി മംഗലത്തോടൊപ്പം നേതൃത്വം നൽകിയ വിമൻ റണൈൻസസ് ലീഡർ കൂടിയാകുന്നു ആര്യപ്പള്ളം. ചുറ്റുകമ്മൽ മാറ്റി ചെറിയ കമ്മൽ ഉപയോഗിക്കുന്ന കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്യപ്പള്ളമാകുന്നു. വീടിനുള്ളിൽ അടിച്ചമർത്തൽ നിർത്തുക എന്ന അന്തപുര മർദ്ദന നീശാനം എന്ന പ്രമേയം അവതരിപ്പിച്ചതും ആര്യപ്പള്ളമാകുന്നു. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചും അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം ഇവ എന്താണെന്നതിനെക്കുറിച്ചും ഒന്ന് നോക്കാം. VT ഭട്ടതിരിപ്പാട് 1896 to 1982. His life lasted 86 years. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മേഴത്തൂർ എന്ന സ്ഥലത്ത് പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാട്, മാതാവ് ശ്രീദേവി അന്തർജനം എന്നിവരുടെ മകനായി 1896 VT ഭട്ടതിരിപ്പാട് ജനിക്കുന്നത്. വെള്ളിത്തിരുത്തി താഴത്തമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാകുന്നു ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരേണ്ടത് 1908 അദ്ദേഹം രൂപീകരിച്ച യോഗക്ഷേമ സഭ എന്ന ഓർഗനൈസേഷനെ കുറിച്ചാകുന്നു. നമ്പൂതിരി സമുദായത്തിന്റെ ക്ഷേമത്തിനായിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്. നമ്പൂതിരി സമുദായത്തിലുള്ളവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മാറ്റുന്നതിനും അവർക്കും ഒരു സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നതിനും വേണ്ടി ഇദ്ദേഹം പോരാടി. ഇദ്ദേഹത്തിന്റെ യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം തന്നെ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു. അതായത് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യമാകുന്നു നമ്പൂതിരിയെ മനുഷ്യനാക്കുക. VT ഭട്ടതിരിപ്പാടിന്റെ യോഗക്ഷേമ സഭയുടെ മുഖപത്രമാകുന്നു മംഗളോദയം. നമ്പൂതിരി സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടി 1931 37 ദിവസം കൊണ്ട് തൃശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ യാതനയാത്ര VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യങ്ങളാകുന്നു വിധവകളുടെ വിവാഹം നടപ്പാക്കുക, ബഹുഭാര്യത്വത്തെ നിരോധിക്കുക, വൃദ്ധവിവാഹം തടയുക എന്നിവയാകുന്നു യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യങ്ങൾ. യോഗക്ഷേമ സഭയുടെ യുവജന സംഘത്തിന്റെ മാഗസീൻ ആയിരുന്നു ഉണ്ണി നമ്പൂതിരി മാഗസീൻ. ഉണ്ണി നമ്പൂതിരി മാഗസീനിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളാകുന്നു ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക. പത്രത്തിന്റെ പ്രൂഫ് റീഡറായും എഡിറ്ററായും VT ഭട്ടതിരിപ്പാട് ജോലി ചെയ്തിട്ടുണ്ട്. ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, പാശുപതം, ഉദ്ബുദ്ധ കേരളം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി അതായത് എഡിറ്ററായി VT ഭട്ടതിരിപ്പാട് ജോലി ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞുവല്ലോ VT ഭട്ടതിരിപ്പാടിന്റെ ഓർഗനൈസേഷൻ അതായത് അദ്ദേഹത്തിന്റെ സംഘടനയാകുന്നു യോഗക്ഷേമ സഭ. ഈ യോഗക്ഷേമ സഭയിലെ പ്രവർത്തനങ്ങൾ പ്രമേയങ്ങളിൽ ഒതുങ്ങിയപ്പോൾ VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമയെ വിശേഷിപ്പിച്ചത് ആട്ടിൻ കൂലികളുടെ കഴുതുകളി എന്നായിരുന്നു. അതായത് പ്രവർത്തനങ്ങൾ പ്രമേയങ്ങളിൽ ഒതുക്കിയ യോഗക്ഷേമ സഭയെ ആട്ടിൻ കൂലികളുടെ കഴുതക്കളി എന്ന് VT ഭട്ടതിരിപ്പാട് തന്നെ വിശേഷിപ്പിച്ചു. 1929 VT ഭട്ടതിരിപ്പാട് അന്തർജന സമാജം എന്ന ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത്. VT ഭട്ടതിരിപ്പാടിന്റെ വളരെ പ്രശസ്തമായ ഒരു നാടകമാകുന്നു അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഈ നാടകം ആദ്യമായി അവതരിപ്പിക്കുന്നത് 1929 അത് അവതരിപ്പിച്ചത് തൃശൂർ ജില്ലയിലെ ഇടക്കുന്നിയിലാണ്. തൃശൂർ ജില്ലയിലെ ഇടക്കുന്നിയിൽ വെച്ച് 1929 VTയുടെ നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യമായി അവതരിപ്പിക്കുന്നത്. 1968 മിശ്രവിവാഹ പ്രചാരണത്തിനായി, മിശ്രവിവാഹം എന്ന് പറയുമ്പോൾ ഇന്റർകാസ്റ്റ് മാരേജ് അല്ലെങ്കിൽ ഇന്റർഫെയ്ത്ത് മാരേജ് എന്നൊക്കെ പറയും, ഇതിന്റെ പ്രചാരണത്തിനായിട്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് തിരുവനന്തപുരം ചമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതും VT ഭട്ടതിരിപ്പാടായിരുന്നു. VT ഭട്ടതിരിപ്പാടിന്റെ പുസ്തകങ്ങളാകുന്നു രജനീരംഗം, പോം വഴി, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വെടിവെട്ടം, കാലത്തിന്റെ സാക്ഷി, കരിഞ്ചന്ത, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, എന്റെ മണ്ണ് തുടങ്ങിയവ VT ഭട്ടതിരിപ്പാടിന്റെ പുസ്തകങ്ങളാകുന്നു. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ ഭാഗങ്ങളാകുന്നു കണ്ണീരും കിനാവും, ദക്ഷിണായനം, കർമ്മവിഭാഗം എന്നിവ VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ ഭാഗങ്ങളാകുന്നു. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനും ഒറ്റപ്പാലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണാപുരം കോളേജിന് VT ഭട്ടതിരിപ്പാടിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിട്ടുണ്ട്. ആ കോളേജിന്റെ പേരാകുന്നു ശ്രീകൃഷ്ണാപുരം VTB കോളേജ്, അതായത് ശ്രീകൃഷ്ണാപുരം VT ഭട്ടതിരിപ്പാട് കോളേജ്.
1948 പുരോഗമന മനസ്സുള്ള ഒരു കൂട്ടം വനിതകൾ അന്തർജന സമാജത്തിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിന്റെ പേരാകുന്നു തൊഴിൽ കേന്ദ്രത്തിലേക്ക്. നമ്പൂതിരി സ്ത്രീ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ ഒരു ആവിഷ്കാരമായിരുന്നു ഈ നാടകം. ആ നാടകത്തിന്റെ പേര് ഒരിക്കൽ കൂടി പറയാം, തൊഴിൽ കേന്ദ്രത്തിലേക്ക്. നമ്പൂതിരി സ്ത്രീ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ ഒരു ആവിഷ്കരണം എന്ന നിലയിൽ അവതരിപ്പിച്ച നാടകമാകുന്നു തൊഴിൽ കേന്ദ്രത്തിലേക്ക്. ഈ നാടകം അവതരിപ്പിച്ചത് 1948 അതുപോലെ 2-3 ഫാക്ട് കൂടി വി ടി ഭട്ടതിരിപ്പാടുമായിട്ട് സംബന്ധിച്ച് പറയാനുണ്ട്. 1935 കൊടമുണ്ട കോളനി എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നതും അത് സ്ഥാപിക്കുന്നതും വി ടി ഭട്ടതിരിപ്പാടായിരുന്നു. കൊടമുണ്ട കോളനി എന്ന് പറഞ്ഞാൽ നാനാ ജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാകുന്നു. ഇങ്ങനെയുള്ളൊരു ആശയം കൊണ്ടുവന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്തതും വി ടി ഭട്ടതിരിപ്പാടാണ്. അതിന്റെ വർഷം 1935 കൊടമുണ്ട കോളനി. അത് വി ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലവുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയെന്ന കാരണത്താൽ വി ടി ഭട്ടതിരിപ്പാടിനെ തന്റെ സമുദായത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സത്യാഗ്രഹ സമരമാകുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം ഇന്നത്തെ തൃശൂർ ജില്ലയുടെ ഭാഗമാകുന്നു. എന്നാൽ 1956 മുമ്പ് വരെ ഗുരുവായൂർ ക്ഷേത്രം മലബാർ ജില്ലയിലെ പൊന്നാനി താലൂക്കിന്റെ ഭാഗമായിരുന്നു. പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി സാമൂതിരിയായിരുന്നു. എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ കെ കേളപ്പനായിരുന്നു. അതായത് ഈ ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നത്. 1931 കോഴിക്കോട് വടകരയിൽ സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5ാമത് KPCC സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത്. ഈ പ്രമേയത്തിലൂടെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്. കേരളത്തിൽ നടന്ന ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1931 5ാമത് KPCC സമ്മേളനം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ 1931 കോഴിക്കോട് വടകരയിൽ സെൻ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5ാമത് KPCC സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത്. അപ്പോൾ ഈ പ്രമേയത്തിലൂടെയാണ് 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നതും. അതുമാത്രമല്ല, ഈ 5ാമത് KPCC സമ്മേളനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1931 5ാമത് KPCC സമ്മേളനം. അതായത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാകുന്നു. ഓക്കെ, കെ കേളപ്പൻ തന്നെയായിരുന്നു ഈ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കെ കേളപ്പൻ തന്നെയായിരുന്നു. കെ കേളപ്പൻ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. അതുമാത്രമല്ല, ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ളയാകുന്നു. KPCCയുടെ കീഴിലാണ് ഈ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു TR കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു TR കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും. 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. എന്നാൽ 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചു. അതായത് 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയും എന്നാൽ 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാരം അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത്. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. 1932 ഈ സമരം അവസാനിപ്പിച്ചു. 1932 ഈ സമരം അവസാനിപ്പിച്ചു. പാലിയം സത്യാഗ്രഹം. 1947-48 കാലഘട്ടങ്ങളിലാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നടക്കുന്ന തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള ആദ്യത്തെ സമരമാകുന്നു പാലിയം സത്യാഗ്രഹം. എറണാകുളത്ത് ചേന്നമംഗലത്തുള്ള പാലിയത്തച്ഛന്റെ വീടിന് മുന്നിലുള്ള റോഡിലൂടെ നടക്കുവാനുള്ള അവകാശം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരമാകുന്നു പാലിയം സത്യാഗ്രഹം. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ C കേശവൻ ആയിരുന്നു. അതുപോലെ നമ്പൂതിരി വനിതകൾക്ക് നേതൃത്വം നൽകിയത് ആര്യ പള്ളവുമായിരുന്നു. ഈ സമരത്തിന്റെ രക്തസാക്ഷിയാകുന്നു AG വേലായുധൻ. 1948 ഈ സമരം ബലം കണ്ടു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലളിതപ്രഭുവിനെ കുറിച്ചാകുന്നു. ശേഷഗിരി പ്രഭുവിന്റെ മക്കളാകുന്നു ലളിതപ്രഭുവും കമലപ്രഭുവും. കേരള മഹിളാ ദേശസേവിക സംഘത്തിന്റെ മുൻനിര പ്രവർത്തകയായിരുന്നു ലളിതപ്രഭു. ഇവരിൽ താലി സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കമലപ്രഭു ആകുന്നു. അമ്മു സ്വാമിനാഥൻ.
ലോകസഭ, രാജ്യസഭ, ഇടക്കാല പാർലമെന്റ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നിങ്ങനെ പാർലമെന്റ് ചരിത്രത്തിലെ എല്ലാ സഭകളിലും അംഗമായ ആദ്യ മലയാളി വനിതയാകുന്നു അമ്മു സ്വാമിനാഥൻ. തെക്കൻ മലബാറിലെ പൊന്നാനിയിലെ ആനക്കരയിൽ വടക്കേത്ത് കുടുംബത്തിലാണ് അമ്മു സ്വാമിനാഥൻ ജനിക്കുന്നത്. ക്യാപ്റ്റൻ ലക്ഷ്മി, മൃണാളിനി സാരാഭായി, ഗോവിന്ദൻ, സുബ്ബരാമൻ എന്നിവർ മക്കളാകുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അറസ്റ്റിലായ സോഷ്യൽ റീഫോമർ കൂടിയാകുന്നു അമ്മു സ്വാമിനാഥൻ. 1949 ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ വിമൺ കോൺഫറൻസിൽ പങ്കെടുക്കുകയും 1975 ഇന്റർനാഷണൽ വിമൺ ഇയറിൽ മദർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കുകയും ചെയ്ത കേരള റെനൈൻസൻസ് ലീഡറാകുന്നു അമ്മു സ്വാമിനാഥൻ. സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ഫിലിം സെൻസർ ബോർഡ് മെമ്പറായും അമ്മു സ്വാമിനാഥൻ സർവീസ് ചെയ്തിട്ടുണ്ട്. മേരി പുന്നൻ ലൂക്കോസ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമസഭാ മെമ്പറും അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജൻസ് ജനറലും കൂടിയാകുന്നു മേരി പുന്നൻ ലൂക്കോസ്. ആനി മസ്ക്രീൻ തിരുക്കൊച്ചിയിലെ പ്രഥമ വനിതാ മന്ത്രിയാകുന്നു ആനി മസ്ക്രീൻ. ഭരണഘടനാ കരട് രേഖയിൽ ഒപ്പിട്ട മലയാളിയായ രാജ്യതന്ത്രജ്ഞ കൂടിയാകുന്നു ആനി മസ്ക്രീൻ. പറവൂർ TK നാരായണൻ പിള്ള മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായും ആരോഗ്യവകുപ്പ് മന്ത്രിയായും ആനി മസ്ക്രീൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള ഝാൻസി റാണി എന്ന് ആനി മസ്ക്രീനെ അറിയപ്പെടുന്നു. ആനി മസ്ക്രീന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട് ആകുന്നു. ലക്ഷ്മി N മേനോൻ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയാകുന്നു ലക്ഷ്മി N മേനോൻ. നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്നു ലക്ഷ്മി N മേനോൻ. ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് എന്ന സംഘടനയുടെ ശില്പികളിൽ ഒരാളാകുന്നു ലക്ഷ്മി N മേനോൻ. ദ പൊസിഷൻ ഓഫ് വിമൻ എന്ന പുസ്തകം ലക്ഷ്മി N മേനോന്റേതാകുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മി അമ്മു സ്വാമിനാഥന്റെ മകളാകുന്നു ലക്ഷ്മി സൈഗാൾ. ഈ ലക്ഷ്മി സൈഗാളിനെയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ റെജിമെന്റായ ഝാൻസി റാണി റെജിമെന്റിന് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദ് ഗവൺമെന്റിൽ വനിതാ ക്ഷേമ വകുപ്പ് മന്ത്രിയായും ക്യാപ്റ്റൻ ലക്ഷ്മി പ്രവർത്തിച്ചിട്ടുണ്ട്. 2002 APJ അബ്ദുൽ കലാമിനെതിരെ ഇടതു പിന്തുണയോടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുകയും കൂടി ചെയ്ത വ്യക്തിയാകുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. നമുക്കിതിന്റെ ഒപ്പം തന്നെ AV കുട്ടിമാളു അമ്മയെക്കുറിച്ചും അമ്മു സ്വാമിനാഥനെക്കുറിച്ചും അതുപോലെ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് കൂടി ഒന്ന് പഠിക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ക്യാപ്റ്റൻ ലക്ഷ്മിയെക്കുറിച്ച് ഇതേ കാര്യങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിതയാകുന്നു AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയെ സ്നേഹപൂർവ്വം ഓപ്പ എന്ന് എല്ലാവരും വിളിച്ചിരുന്നു. 1905 തെക്കൻ മലബാറിലെ പൊന്നാനിയിലെ ആനക്കര വടക്കേത്ത് തറവാട്ടിലാണ് AV കുട്ടിമാളു അമ്മ ജനിക്കുന്നത്. കോൺഗ്രസ് നേതാവായിരുന്ന കോഴിപ്പുറത്ത് മാധവ മേനോനെയാണ് AV കുട്ടിമാളു അമ്മ വിവാഹം ചെയ്തത്. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവായിരുന്നു AV കുട്ടിമാളു അമ്മ. 1932 കോൺഗ്രസ് കേരളത്തിലെ സമര സർവാധിപതിയായി AV കുട്ടിമാളു അമ്മയെ അവരോധിച്ചിട്ടുണ്ട്. ഇതേ വർഷം അതായത് 1932 നിയമലംഘന പ്രസ്ഥാന കാലത്ത് 2 മാസം പ്രായമായ കുട്ടിയോടൊപ്പം ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ വെല്ലൂർ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ച സോഷ്യൽ റീഫോമർ കൂടിയാകുന്നു AV കുട്ടിമാളു അമ്മ. വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി മലബാറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ സോഷ്യൽ റീഫോമറാകുന്നു AV കുട്ടിമാളു അമ്മ. മാതൃഭൂമി ഡയറക്ടർ ബോർഡ് അംഗവും മലബാർ ഹിന്ദി പ്രചാര സഭയുടെ അധ്യക്ഷയുമായിരുന്നു ശ്രീമതി AV കുട്ടിമാളു അമ്മ. മാത്രമല്ല സ്വദേശി പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിനർ കൂടിയായിരുന്നു AV കുട്ടിമാളു അമ്മ. 1936 1946 മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ സോഷ്യൽ റീഫോമർ കൂടിയാകുന്നു AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയുടെ സഹോദരിയാകുന്നു അമ്മു സ്വാമിനാഥൻ. AV കുട്ടിമാളു അമ്മയുടെ സഹോദരിയായ അമ്മു സ്വാമിനാഥന്റെ മക്കളാകുന്നു ക്യാപ്റ്റൻ ലക്ഷ്മിയും മൃണാളിനി സാരാഭായിയും. തെക്കൻ മലബാറിലെ പൊന്നാനിയിലെ ആനക്കര വടക്കേത്ത് തറവാടാകുന്നു ഇവരുടെ ജന്മഗ്രഹം. അമ്മു സ്വാമിനാഥൻ ലോകസഭ, രാജ്യസഭ, ഇടക്കാല പാർലമെന്റ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നിങ്ങനെ പാർലമെന്റ് ചരിത്രത്തിലെ എല്ലാ സഭകളിലും അംഗമായ ആദ്യ മലയാളി വനിതയാകുന്നു അമ്മു സ്വാമിനാഥൻ. തെക്കൻ മലബാറിലെ പൊന്നാനിയിലെ ആനക്കരയിൽ വടക്കേത്ത് കുടുംബത്തിലാണ് അമ്മു സ്വാമിനാഥൻ ജനിക്കുന്നത്. ക്യാപ്റ്റൻ ലക്ഷ്മി, മൃണാളിനി സാരാഭായി, ഗോവിന്ദൻ, സുബ്ബരാമൻ എന്നിവർ മക്കളാകുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അറസ്റ്റിലായ സോഷ്യൽ റീഫോമർ കൂടിയാകുന്നു അമ്മു സ്വാമിനാഥൻ. 1949 ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ വിമൺ കോൺഫറൻസിൽ പങ്കെടുക്കുകയും 1975 ഇന്റർനാഷണൽ വിമൺ ഇയറിൽ മദർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കുകയും ചെയ്ത കേരള റെനൈൻസൻസ് ലീഡറാകുന്നു അമ്മു സ്വാമിനാഥൻ. സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ഫിലിം സെൻസർ ബോർഡ് മെമ്പറായും അമ്മു സ്വാമിനാഥൻ സർവീസ് ചെയ്തിട്ടുണ്ട്. ക്യാപ്റ്റൻ ലക്ഷ്മി അമ്മു സ്വാമിനാഥന്റെ മകളാകുന്നു ലക്ഷ്മി സൈഗാൾ. ഈ ലക്ഷ്മി സൈഗാളിനെയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ റെജിമെന്റായ ഝാൻസി റാണി റെജിമെന്റിന് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദ് ഗവൺമെന്റിൽ വനിതാ ക്ഷേമ വകുപ്പ് മന്ത്രിയായും ക്യാപ്റ്റൻ ലക്ഷ്മി പ്രവർത്തിച്ചിട്ടുണ്ട്. 2002 APJ അബ്ദുൽ കലാമിനെതിരെ ഇടതു പിന്തുണയോടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുകയും കൂടി ചെയ്ത വ്യക്തിയാകുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. സുഭാഷ് ചന്ദ്രബോസ് 1897 to 1945 നേതാജി എന്നും ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നും മഹാത്മാഗാന്ധിജി വിശേഷിപ്പിച്ച ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു സുഭാഷ് ചന്ദ്രബോസ്. 1897 ജാനുവരി 23 ഒറീസയിലെ കട്ടക്കിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത്.
സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജാനുവരി 23 ദേശ് പ്രേം ദിവസ് ആയി ആചരിക്കുന്നു. 2021 മുതൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജാനുവരി 23 ദേശ് പരാക്രം ദിവസ് ആയാണ് ആഘോഷിക്കുന്നത്. ദേശ് പരാക്രം ദിവസ് എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം ദേശത്തിന്റെ ധൈര്യ ദിവസം എന്നാകുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവിന്റെ പേരാകുന്നു CR ദാസ്. സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ 23ാമത്തെ വയസ്സിലാണ്, അതായത് 1920 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകുന്നത്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് സിവിൽ സർവീസിന് പഠിച്ചത്. 1921 അദ്ദേഹം സിവിൽ സർവീസ് ജോലിയിൽ പ്രവേശിച്ചെങ്കിലും അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുവാൻ സുഭാഷ് ചന്ദ്രബോസ് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ച് ഉടൻ തന്നെ രാജിവെക്കുകയാണ് ഉണ്ടായത്. ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസ് സജീവമായി. 1928 ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയുടെ പേരാകുന്നു ഇൻഡിപെൻഡൻസ് ലീഗ്. 1938 ഗുജറാത്തിലെ ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. 1939 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വച്ച ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാകുന്നു സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാഗാന്ധിജിയുടെ പ്രതിനിധിയായിട്ടുള്ള പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിയാണ് 1939 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ പ്രസിഡന്റാകുന്നത്. അതുകൊണ്ട് തന്നെ 1939 മധ്യപ്രദേശിലെ ത്രിപുരയിൽ നടന്ന INCയുടെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ശേഷം ഇതേ വർഷം തന്നെ, അതായത് 1939 തന്നെ അദ്ദേഹം രൂപീകരിച്ച പാർട്ടിയുടെ പേരാകുന്നു ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി. ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി 1939 സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിക്കുന്നത്. 1941 സുഭാഷ് ചന്ദ്രബോസ് വീട്ടുതടങ്കലിലായിരുന്നു ഉണ്ടായിരുന്നത്. 1941 ജനുവരി 7 സുഭാഷ് ചന്ദ്രബോസ് വീട്ടുതടങ്കലിൽ നിന്നും അപ്രത്യക്ഷനാകുന്നത് മൗലവി സിയാവുദ്ദീൻ എന്ന പേരിലായിരുന്നു. പിന്നീട് അദ്ദേഹം ഒർലാൻഡ മസാട്ട എന്ന പേരിൽ ജർമ്മനിയിലേക്ക് കടന്നു. സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലെത്തിയ ശേഷം 1941 ജൂലൈ 26 സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിൽ സ്ഥാപിച്ച സംഘടനയുടെ പേരാകുന്നു ഇന്ത്യൻ ലീജിയൻ. ജർമ്മനിയുടെ പിന്തുണയോടുകൂടി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് 1941 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ലീജിയൻ എന്ന സംഘടന ജർമ്മനിയിൽ സ്ഥാപിച്ചത്. ഇനി നമുക്ക് INA, അതായത് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സംഘടനയെക്കുറിച്ചൊന്ന് നോക്കാം. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സൈനിക സംഘടന ആദ്യമായി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസും ക്യാപ്റ്റൻ മോഹൻ സിംഗും ചേർന്നാകുന്നു. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സൈനിക സംഘടന ആദ്യമായി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസും ക്യാപ്റ്റൻ മോഹൻ സിംഗും ചേർന്നാകുന്നു. 1942 INAയുടെ ഔദ്യോഗിക രൂപീകരണം. 1943 സിംഗപ്പൂരിൽ വച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് INAയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രസ്താവന സുഭാഷ് ചന്ദ്രബോസിന്റേതാകുന്നു. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവും ദില്ലി ചലോ എന്ന മുദ്രാവാക്യവും സുഭാഷ് ചന്ദ്രബോസിന്റേതാകുന്നു. 1943 ഒക്ടോബർ 21 സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടിയുടെ പേരാകുന്നു ആസാദ് ഹിന്ദ് സർക്കാർ. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിച്ച് ഇന്ത്യയെ സ്വതന്ത്രമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട സ്വാതന്ത്ര്യ ഗവൺമെന്റ് പാർട്ടിയാകുന്നു ആസാദ് ഹിന്ദ് സർക്കാർ. സുഭാഷ് ചന്ദ്രബോസിനെയും ശരത് ചന്ദ്രബോസിനെയും ചേർത്താണ് ബോസ് സഹോദരന്മാർ എന്നറിയപ്പെടുന്നത്. ബോസ് സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസിനെയും ശരത് ചന്ദ്രബോസിനെയും ചേർത്താകുന്നു. റേഡിയോയിലൂടെ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ ദേശീയ നേതാവ് കൂടിയാകുന്നു സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തതും സുഭാഷ് ചന്ദ്രബോസ് ആകുന്നു. 1945 ഓഗസ്റ്റ് 18 ഏഷ്യ കോണ്ടിനെന്റിലെ ഈസ്റ്റ് ഏഷ്യയിൽ വരുന്ന തൈവാൻ എന്ന രാജ്യത്തെ തൈവോക്കു എയർപോർട്ടിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെടുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ മരണശേഷം സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ ആർമിയിലെ പോരാളികളുടെ വിചാരണ 1945 ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ വിചാരണയിൽ തൂക്കിലേറ്റപ്പെട്ട കേരളത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല, ഓക്കെ. തൂക്കിലേറ്റുന്ന സമയത്ത് വക്കം അബ്ദുൽ ഖാദറിന്റെ പ്രായം 26 ആയിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവിയും വക്കം അബ്ദുൽ ഖാദറും ഇവർ രണ്ടും ആരാണെന്നുള്ളത് ഈ ക്ലാസിന്റെ അവസാനം പറയാം. സുഭാഷ് ചന്ദ്രബോസിന്റെ അപൂർണമായ 2 ഓട്ടോബയോഗ്രഫീസിന്റെ പേരാകുന്നു ഇന്ത്യൻ പിൽഗ്രിം, അതുപോലെ ഇന്ത്യൻ സ്ട്രഗിൾ. അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്ക് കൂടിയുണ്ട്, അതിന്റെ പേരാകുന്നു ലെറ്റേഴ്സ് ടു എമിലി ശങ്കൽ. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തെ പറ്റിയുള്ള അന്വേഷണ കമ്മീഷന്റെ പേരാകുന്നു മുഖർജി കമ്മീഷൻ. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തെ പറ്റിയുള്ള അന്വേഷണ കമ്മിറ്റികളുടെ പേരാകുന്നു ഷാനവാസ് കമ്മിറ്റി ആൻഡ് ഗോസില കമ്മിറ്റി. 1992 സുഭാഷ് ചന്ദ്രബോസിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർ സുഭാഷ് ചന്ദ്രബോസ് ഇപ്പോഴും മരിച്ചതായി വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊടുത്ത ഭാരതരത്ന 1997 റദ്ദാക്കുകയാണ് ഉണ്ടായത്. സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ബഹുമാനാർത്ഥം ആൻഡോമാൻ നിക്കോബാർ ഐലൻഡ്സിൽ വരുന്ന റോസ് ഐലൻഡിന് സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നുള്ള പേരാക്കി മാറ്റി.
അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ വരുന്ന ഹാവ്ലോക്ക് ഐലൻഡിന് സ്വരാജ് ഐലൻഡ് എന്നും നീൽ ഐലൻഡിന് ഷഹീദ് ഐലൻഡ് എന്നീ പേരുകളും നൽകിയിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് 2 ഫാക്ടുകൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അതുകൂടി പറയാം. ഇന്ത്യൻ നാഷണൽ ആർമി ദാറ്റ് ഈസ് INA എന്ന സൈനിക സംഘടന ആദ്യമായി രൂപീകരിക്കുന്നത് 1942 റാഷ് ബിഹാരി ബോസും ക്യാപ്റ്റൻ മോഹൻ സിംഗും കൂടി ചേർന്നിട്ടാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, പിറ്റേ വർഷം അതായത് 1943 സിംഗപ്പൂരിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് INAയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. സിംഗപ്പൂരിൽ വെച്ച് INAയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്ത ശേഷം പിന്നീട് INAയുടെ ആസ്ഥാനം സിംഗപ്പൂരിൽ നിന്നും മ്യാൻമറിലെ റാങ്കൂണിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അതുകൂടി ഓർത്തു വെക്കുക, സിംഗപ്പൂരിൽ നിന്നും റാങ്കൂണിലേക്ക് INAയുടെ ആസ്ഥാനം മാറ്റിയത് സുഭാഷ് ചന്ദ്രബോസ് ആകുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയിൽ INAയുടെ പോരാളിയായിട്ടുണ്ടായിരുന്ന വക്കം അബ്ദുൽ ഖാദറിനെ തൂക്കിലേറ്റുന്നത് 1943 വക്കം അബ്ദുൽ ഖാദറും വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇവർ രണ്ടും 2 പേരാണ്. ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പൊതുജനവികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു CR ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയായിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. സുഭാഷ് ചന്ദ്രബോസ്.